അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സൂഫി കലാമിൽ ഇന്നത്തെ നമ്മളെ ചർച്ച സൂഫിസത്തെ സംബന്ധിച്ചാണ്. സൂഫിസം എന്നുള്ളത് പലരും ഇന്ന് പല രീതിയിൽ തെറ്റിദ്ധരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. സൂഫിസത്തെ സംബന്ധിച്ച് പലർക്കും പല ധാരണകൾക്കുപരി തെറ്റിദ്ധാരണകളാണ് ഇന്ന് നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ സൂഫിസത്തെ ഇന്ന് ദീനിൻ്റെ വാക്താക്കളായി കാണുന്ന ആളുകൾ തന്നെ സമൂഹത്തിൽ നിന്ന് പതുക്കെ ഇങ്ങനെ മാറ്റി നിർത്തിയ വലിയ ഒരു ഖേദകരമായ ഒരു അവസ്ഥയിലാണ് നാം ഉള്ളത്. അതോടൊപ്പം സുന്നികളല്ലാത്ത ആളുകൾ പറയുന്ന മറ്റൊരു ചോദ്യമാണ്, ഇന്ന് പൊതുവേ കേൾക്കുന്ന ചില ചോദ്യങ്ങളാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂഫിയായിരുന്നോ? സഹാബത്ത് സൂഫികളായിരുന്നോ? ഖുർആനിലും സുന്നത്തിലും എവിടെയെങ്കിലും സൂഫികളെ പരാമർശിച്ചിട്ടുണ്ടോ? സൂഫിസം എന്നുള്ളത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ആത്മീയ ഭാവത്തിൻ്റെ സന്തതിയാണെങ്കിൽ എന്തുകൊണ്ട് സൂഫി എന്ന നാമം സ്വഹാബികൾ സ്വീകരിച്ചില്ല? ഇന്നത്തെ സൂഫികൾ പറയുന്ന ഗുണങ്ങൾ ഏറ്റവും കൂടുതൽ ഒത്തുചേർന്നവരായിരുന്നല്ലോ സൂഫികൾ, സ്വഹാബികൾ. എന്നിട്ടും സ്വഹാബി എന്ന പേരിലാണല്ലോ അവർ അറിയപ്പെട്ടത്. ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ ചോദിച്ച് സൂഫിസത്തെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന വലിയ ഒരു ഖേദകരമായ അവസ്ഥ. ഇവരോടൊക്കെ ഒരു വാക്ക്, നബി, റസൂല്, സ്വഹാബി ഇതുപോലത്തെ പേരുകൾ അല്ലാത്ത എല്ലാ നാമങ്ങളും പിൽക്കാലത്ത് വന്നതാണ്. നാമങ്ങളിലല്ലല്ലോ കാര്യങ്ങൾ കിടക്കുന്നത്. സുന്നി, മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി, ഇൽമുൽ ഫിഖ്, അഖീദ, മദ്ഹബ്, ആരിഫ്, കുത്തുബ്, ഔസ്, തരീഖത്ത്, ഷെയ്ഖ്, മുരീദ് എന്നീ നാമങ്ങളെല്ലാം പിൽക്കാലത്ത് ഉടലെടുത്തതാണ്. അതിലാർക്കും തർക്കമൊന്നുമില്ല. സൂഫിയും തസൗഫും അങ്ങനെ തന്നെ. അതിൽ പ്രത്യേകം സൂഫി എന്നുള്ളതിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യേണ്ട, മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സൂഫിസത്തെക്കുറിച്ച് നാം ശരിയായ രീതിയിൽ പഠിച്ചാൽ അത് ഇസ്ലാമിന് പുറത്തല്ല, അകത്ത് തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാഠശാലയിൽ നിന്നാണ് സൂഫിസത്തിൻ്റെ ഉത്ഭവമുള്ളത്. ആ പാഠശാലയിൽ നിന്നാണ് സൂഫിസത്തിന് അസ്ഥിവാരമിട്ടത് എന്ന് ചരിത്രം നോക്കിയാൽ കാണാം. ഈ പറഞ്ഞ മൊത്തം സംശയങ്ങൾക്ക് ഞാനിവിടെ ഒരുപാട് ഇന്ന് ആളുകളിൽ ഉന്നയിക്കുന്ന സംശയങ്ങളാണ് ഇവിടെ പറഞ്ഞു വന്നത്. ഈ സംശയങ്ങൾക്കൊക്കെ മറുപടിയായി ഇമാം ഖുശൈരി റഹ്മത്തുള്ളാഹി അലൈഹി 1000 വർഷങ്ങൾക്കപ്പുറം രചിച്ച ഒരു ഗ്രന്ഥമാണ് റിസാലത്തുൽ ഖുശൈരിയ എന്ന് പറയുന്ന ഗ്രന്ഥം. ഈ ഗ്രന്ഥത്തിൽ മഹാനവറുകൾ വളരെ ശ്രദ്ധേയമായ ഒരു മറുപടി പറയുന്നുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞാൽ എല്ലാവരുടെ സംശയങ്ങൾക്കും ചോദ്യം പരിഹാരമായി മാറും. മഹാനവറുകൾ പറയാ, ഈ ഇൽമു, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, റഹിമക്കുമുല്ലാ, അള്ളാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ, അന്നൽ മുസ്ലിമീന ബഅദ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലം യതസമ്മ അഫാദിലുഹും ഫി അസ്രിഹിം ബിതസ്മിയത്തി ഇൽമിൻ സിവാ സുഹബത്തി റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹവാസം കൊണ്ട് അനുഗ്രഹീതരായ ജനങ്ങൾക്ക് ആ സഹവാസത്തിനേക്കാൾ വലിയ ഒരു വിശേഷണം വേറെ ഇല്ലാത്തതിനാൽ ഇതില അഫ്ളലിയത്ത ഫൗഖഹ ഫഖീല ലഹും അസ്സഹാബത്തു. മുത്തനബിയോടുള്ള ആ സ്വഹാബത്ത്, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ആ സഹവാസത്തിനേക്കാൾ വലിയൊരു വിശേഷണം ഈ ലോകത്ത് ഒരാൾക്കും നൽകാനില്ല. ആ ബന്ധത്തെ അറിയിക്കുന്ന സ്വഹാബി എന്ന അപരനാമത്തിലാണ് സ്വഹാബത്ത് അറിയപ്പെട്ടത്. സ്വഹാബി എന്ന് പറഞ്ഞാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു സെക്കൻഡെങ്കിലും മുഅ്മിനായി സഹവസിച്ചവർ എന്നാണ്. എന്നിട്ടോ പിന്നീട് സ്വഹാബി സഹവാസം ലഭിച്ചവർ, ഫലമ്മ അദ്റകഹും അഹ്ലുൽ അസ്രി സാനി സുമ്മിയ മൻ സഹിബ സ്വഹാബത്ത അത്താബിഈന. പിന്നീട് ഈ സ്വഹാബികളോട് സഹവസിച്ച ആളുകൾക്ക് താബിയുകൾ എന്നും അവരെ തുടർന്നവർക്ക് തബിഉ താബിഉകൾ എന്നും പേരിൽ എന്ത് ചെയ്തു, സുമ്മ ഖീല ലിമൻ ബഅദഹും അത്ബഅ താബിഈൻ. അവരെ തുടർന്നവർക്ക് പിന്നെ തബിഉ താബിഈങ്ങൾ എന്നും എന്ത് ചെയ്തു വന്നു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹവസിച്ച ആളുകൾക്ക് സ്വഹാബി എന്നായിരുന്നു പേര് വന്നിരുന്നത്. അവരെ സഹവസിച്ചവർക്ക് താബീയങ്ങൾ എന്ന് വന്നു, അവരെ സഹവസിച്ചവർക്ക് തബഉ താബീയങ്ങൾ എന്ന് വന്നു. എന്നിട്ട് ചരിത്രം പറയാണ്, സുമ്മഖ്തലഫന്നാസു വതബായനത്തിൽ മറാത്തിബു. പിൽക്കാലത്ത് ആളുകൾ വിഭിന്നരാവുകയും
പദവികൾക്ക് ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കുകയും ചെയ്തു. അതാണ് ഒത്തബായനത്തിൽ മറാത്തിബു, പദവികൾക്ക് പല പദവികൾ, എല്ലാവരും ഒരേ പദവിയുള്ളവരായിരുന്നില്ല പിൽക്കാലത്ത്. റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത് എല്ലാവരും ഒരേ പദവിയുള്ളവരായിരുന്നു. ആ സ്വഹാബത്ത് എന്ന ആ പദവിയിൽ നിലനിൽക്കുന്നവരാണ്. ഫഖീല, അങ്ങനെ എന്ത് ചെയ്തു, പിൽക്കാലത്ത് ആളുകൾ വിഭിന്നരാവുകയും പദവികൾക്ക് ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കുകയും ചെയ്തപ്പോൾ ഫഖീല ലി ഖവാസിൻ നാസി മിമ്മൻ ലഹും ശിദ്ദത്തു ഇനായത്തിൻ ബി അംരിദ്ദീനി അസ്സുഹാദു വൽ ഉബ്ബാദു, മതകാര്യങ്ങളിൽ നിഷ്കർഷത പാലിച്ചു പോന്നവരെ സുഹാദ് ഭൗതിക പരിത്യാഗികൾ, ഉബ്ബാദ് ആരാധനയിൽ ലയിച്ചവർ എന്നീ പേരുകളിൽ അറിയപ്പെട്ടു. പ്രത്യേകമായി മതകാര്യങ്ങളിൽ നിഷ്കർഷത പുലർത്തി അതിനെ വളരെ ആത്മാർത്ഥതയോടുകൂടെ കാത്തു സൂക്ഷിച്ചു പോന്ന ആളുകൾക്ക് എന്ത് ചെയ്യുക, സുഹാദ് അവർ ഭൗതിക പരിത്യാഗികളാണ്, ഉബ്ബാദ് ആരാധനകൾ ലയിച്ചവരാണ്. അങ്ങനെയാണ് സുഹാദ് ഉബ്ബാദ് എന്നൊക്കെ പേര് വരുന്നത്. സുമ്മ ലഹറത്തിൽ ബിദ്അത്തു, കണ്ടോ, എന്നിട്ട് പറയാണ് പിന്നീട് മതരംഗത്ത് ബിദ്അത്തും വിഭാഗീയതയും വളർന്നു വന്നു. എന്നിട്ടോ ഫകുല്ലു ഫരീഖിൻ ഇദ്ദഉ അന്ന ഫീഹിം സുഹാദാ, ഓരോ വിഭാഗം ഞങ്ങളുടെ കൂട്ടത്തിൽ സുഹാദ് അഥവാ ഭൗതിക പരിത്യാഗികൾ ഉണ്ടെന്ന് അവകാശവാദം ഉന്നയിച്ചു. ഫംഫറദ ഖവാസു അഹ്ലി സുന്നത്തി അൽ മുറാഊന അൻഫാസഹും മഅല്ലാഹി അൽ ഹാഫിളൂന ഖുലൂബഹും അൻ തവാരിക്കിൽ ഗഫലത്തി ബിസ്മി തവസ്സുഫി. അപ്പോഴാണ് അഹ്ലുസുന്നയിൽ അള്ളാഹുവിനെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും അശ്രദ്ധയുടെ വഴികളിൽ നിന്ന് ഹൃദയങ്ങളെ സൂക്ഷിച്ചു പോരുകയും, അൽ ഹാഫിളൂന ഖുലൂബഹും അൻ തവാരിക്കിൽ ഗഫലത്തി, അശ്രദ്ധയുടെ വഴികളിൽ നിന്ന് ഹൃദയങ്ങളെ സൂക്ഷിച്ചു പോരുകയും ചെയ്തിരുന്ന പ്രത്യേക വിഭാഗക്കാർ, സുന്നത്ത് ജമാഅത്തിൽപ്പെട്ട പ്രത്യേകക്കാരായ ആളുകളെ ബിസ്മി തസൗഫുകാരായി അറിയപ്പെട്ടു. വഷ്തഹറ ഹാദൽ ഇസ്മു ലിഹാഉലാഇൽ അകാബിരി ഖബിലൽ മിഅത്തൈനി മിനൽ ഹിജ്റ. ഈ മഹാന്മാരായ സൂഫിയാക്കൾക്ക് ഹിജ്റ 200 മുമ്പ് തന്നെ ഈ പേര് പ്രസിദ്ധമായിരുന്നു. റിസാലത്തുൽ ഖുശൈരിയയിൽ പറയാം. അപ്പോൾ സുന്നത്ത് ജമാഅത്തിൻ്റെ യഥാർത്ഥമായ ആളുകളാണ് സൂഫിയാക്കൾ എന്നുള്ളത്. ഇന്ന് സുന്നത്ത് ജമാഅത്ത് കൈകാര്യം ചെയ്യുന്നവർ സൂഫിയാക്കളെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തി 824 ശേഷം അവരില്ല, ഹലാലായ ഭക്ഷണം അധികരിച്ചുകൊണ്ട് അവരില്ല, ഹലാലായ ഭക്ഷണം ഇല്ലാത്തതുകൊണ്ട് അവരില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളാണ് ഇവിടെ ദീൻ നടത്താൻ ഏറ്റവും വലിയ അർഹരിയെന്നും പറഞ്ഞു നിന്ന് സൂഫി സമൂഹത്തെ മാറ്റി നിർത്തിയ വലിയ ഒരു സൂഫിസമില്ലാത്ത ഒരു ഫുഖഹാ, നിർജീവമായ ഫുഖഹാക്കൾ ദീൻ നടത്തുന്ന വലിയൊരു ഖേദകരമായ അവസ്ഥയിലാണ് നാം നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ പ്രശസ്ത പണ്ഡിതനായ ബഹുമാനപ്പെട്ട ഇബ്നു ഖൽദൂൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഹാദൽ ഇൽമു മിനൽ ഉലൂമി ശർഇയ്യത്തിൽ ഹാദിസത്തി ഫിൽ മില്ല, മതപരമായ വിജ്ഞാനങ്ങളിൽ സമൂഹത്തിൽ പിന്നീട് ക്രോഡീകരിക്കപ്പെട്ട ശാഖയാണ് തസവുഫ്, സൂഫിയാക്കളുടെ വിജ്ഞാനം എന്ന് പറയുന്നത്. വ അസ്ലുഹു അന്ന ത്വരീഖത ഹൗലാഇൽ ഖൗം ലം തസൽ ഇൻദ സലഫിൽ ഉമ്മത്തി വ കിബാരിഹാ മിനസ് സ്വഹാബത്തി വത്താബിഈന വമൻ ബഅദഹും, സൂഫികളുടെ ശൈലിയും മാർഗവും സ്വഹാബികൾ, താബിഉകൾ, മറ്റു സലഫു സ്വാലിഹുകൾ എന്നിവരിൽ പ്രമുഖരുടെ ജീവിതത്തിൽ കാണാമായിരുന്നു. വ അസ്ലുഹാ അൽ ഉഖൂഫു അലൽ ഇബാദത്തി വൽ ഇൻഖിതാഉ ഇലല്ലാഹി തആല വൽ ഇറാദു അൻ സുഖ്റുഫി ദുനിയ വസീനതിഹാ. അതിൻ്റെ അടിസ്ഥാനം എന്താ? അൽ ഉഖൂഫു അലൽ ഇബാദ, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിൽ മുഴുകിക്കൂടലും, വൽ ഇൻഖിതാഉ ഇലല്ലാഹി തആല, എന്ത് ചെയ്യുക, അല്ലാഹുവിലേക്ക് പരിപൂർണമായി മുറിഞ്ഞു വീഴലും, വൽ ഇറാദു അൻ സുഖ്റുഫി ദുനിയ വസീനതിഹ, ഭൗതിക താല്പര്യങ്ങളിൽ നിന്നകന്ന് പൂർണ്ണമായും സുഖഭോഗങ്ങൾ ഒഴിവാക്കി സൃഷ്ടികളിൽ നിന്ന് മാനസികമായി അകന്ന് ഇബാദത്തിന് വേണ്ടി ഏകാന്തത കൈവരിക്കലുമാകുന്നു സൂഫിസത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്. എന്നിട്ട് പറയാണ്, ഫീമാ യഖബലു അലൈഹിൽ ജുംഹൂറു മിൻ ലദ്ദത്തിൻ വ മാലിൻ വ ജാഹിൻ വൽ ഇൻഫിറാദി അനിൽ ഖൽഖി ഫിൽ ഖൽവത്തിൽ ഇബാദത്തി. ഇത് മുൻഗാമികളിലും സ്വഹാബത്തിലും നിറഞ്ഞു നിന്നിരുന്നു. പിൽക്കാലത്ത് ഈ ധാരയിൽ നിന്ന് ജനങ്ങൾ അകന്നപ്പോൾ വകാന ദാലിക ആമ്മൻ ഫി സ്വഹാബത്തി വസ്സലഫി ഫലമ്മാ ഫശൽ ഇഖ്ബാലു അല ദുനിയ ഫിൽ ഖർനി സാനി, ഹിജ്റ 2-ാം നൂറ്റാണ്ടിനും അതിനുശേഷവും ദുനിയാവിലേക്ക് കൂപ്പുകുത്തി മുന്നിടുന്ന ഒരു വിഭാഗം ആളുകൾ എന്ത് ചെയ്യുക, അധികരിച്ചപ്പോൾ ഇബാദത്തുമായി കഴിഞ്ഞുകൂടിയവർ ഇഖ്തസ്സൽ മുഖ്ബിലൂന അലൽ ഇബാദത്തി ബിസ്മി സൂഫിയത്തി വൽ മുതസവ്വിഫ.
കണ്ടോ, ഇബാദത്തുകളുമായി കഴിഞ്ഞുകൂടിയവർ സൂഫികൾ എന്ന പേരിൽ അറിയപ്പെട്ടു. അപ്പോൾ സൂഫികൾ എന്നുള്ളത് പേര് പിൻകാലത്തുണ്ടായതാണെങ്കിലും ഈ പറഞ്ഞ അവരിലുള്ളതായ പ്രവർത്തനങ്ങളും അവരുടെ ആശയങ്ങളും അവരുടെ ജീവിതശൈലികളൊക്കെ സ്വഹാബത്തിൻ്റെ കാലത്തുള്ളതായിരുന്നു. ചുരുക്കത്തിൽ ഫിഖ്, ഹദീസ്, തഫ്സീർ തുടങ്ങിയ വിജ്ഞാന ശാഖകളെപ്പോലെ തന്നെ തസവുഫ് ഒരു വിജ്ഞാന ശാഖയായി രൂപപ്പെട്ടു. ഇസ്ലാമിക വിജ്ഞാന ശാഖകളിൽ വ്യവസ്ഥാപിതമായി ഉയർന്നു വന്ന ഒരു ശാസ്ത്രമാണ് സൂഫിസം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഉണ്ടായിരിക്കേണ്ട അടിസ്ഥാന തത്വങ്ങൾ നിർണയിക്കപ്പെടുകയും നിരവധി പ്രാമാണിക ഗ്രന്ഥങ്ങൾ ഈ മേഖലയിൽ രചിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളായ പരിശുദ്ധമായ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും ഉൾസാരമാണ് സൂഫിസം എന്ന് നമ്മൾ മനസ്സിലാക്കണം. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം സൂഫിസത്തെ ലോകത്ത് നിലനിർത്താൻ വേണ്ടിയിട്ട് രചിക്കപ്പെട്ട ഗ്രന്ഥമായ ഇത് അദിക്കിയയിൽ പറഞ്ഞു, സൂഫികളുടെ മാർഗം എൻ്റെ റബ്ബിൻ്റെ ഖുർആന കൊണ്ടും തിരുസുന്നത്ത് കൊണ്ടും ബന്ധിപ്പിക്കപ്പെട്ടതാണ്. അത് മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കിയാൽ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ യഥാർത്ഥമായ സത്ത കാത്തു സംരക്ഷിച്ചു പോകുന്നവരാണ് സൂഫികൾ എന്ന് മനസ്സിലാക്കാം. പക്ഷേ സൂഫികൾ വ്യക്തികളുടെ സഹവാസത്തിൽ നിന്ന് മാത്രമേ, സൂഫിസം എന്നുള്ളത് ഒരു വ്യക്തിയുടെ സഹവാസത്തിൽ നിന്ന് മാത്രമേ നേടിയെടുക്കാനാവൂ എന്നുള്ളത് ഒരു അവിതർക്കിതമായ വിഷയമാണ്. എല്ലാ സൂഫികളും അത് ശരിയായ രീതിയിൽ ലോകത്തോട് പഠിപ്പിച്ചിട്ടുണ്ട്. അത് അനുഭവിച്ചതിൽ നിന്ന് മാത്രം നേടിയെടുക്കാൻ കഴിയുന്ന ഒന്നാണ്. അതൊരു ആനന്ദമാണ്, അതൊരു അനുഭൂതിയാണ്, അതൊരു ലഹരിയാണ്. അതോടൊപ്പം പരിശുദ്ധമായ ഖുർആനും സുന്നത്തിൻ്റെയും ഉൾസാരമാണ്. അത് അനുഭവിച്ചവരാണ് സൂഫികൾ. അവർ ദീനിൻ്റെ നടും തൂണുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.